നമ്മളിവിടെ ബോയാണ് മേക്ക് ചെയ്തെടുക്കുന്നത്. 2 ബോ മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ 2 പീസസ് എടുത്തിട്ടുണ്ട്. അതിന് 9 ഇഞ്ച് വിഡ്ത്തും 16 ഇഞ്ചോളം ലെങ്ത്തുമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഒരു ബോ മേക്ക് ചെയ്യാനായിട്ട് അതിനകത്ത് ഒരു സ്ട്രിപ്പ് എടുത്ത് നമ്മൾ ഇതിനെ പോലെ രണ്ടായിട്ട് മടക്കി കൊടുത്ത് അതിൻ്റെ എല്ലാ സൈഡും 4 സൈഡും നമ്മളങ്ങ് ഇതുപോലെ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്തതിന് ശേഷം എല്ലാ കോർണറിലും നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോർണറിലൊക്കെ ബാലൻസ് ഉള്ളതിനെ ഒന്ന് കട്ട് ചെയ്യുക, കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ നിവർത്തി കൊടുത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒരു സ്മോൾ കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ആ കട്ടിലൂടെ നമ്മൾ നമ്മുടെ ഈ ഒരു ക്ലോത്തിനെ തിരിച്ച് പുറത്തേക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ ഹോളേ നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ. ആ ഹോളിലൂടെ തന്നെ വേണം നമ്മളിങ്ങനെ 2 സൈഡിൽ നിന്നും ഇതുപോലൊരു നീഡിൽ ഉപയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിനെ ഇങ്ങനെ വലിച്ച് നമ്മൾ പുറത്തേക്ക് എടുത്ത് നമ്മളുടെ ഈ കോർണറുകളെല്ലാം നമ്മൾ ഷാർപ്പാക്കി നല്ല നീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നല്ല ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നല്ല നീറ്റാക്കി നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരേ രീതിയിൽ നമ്മളിങ്ങനെ നല്ല നീറ്റാക്കി എടുത്തതിന് ശേഷം നമ്മളിതിനെ ഒന്ന് അയൺ ചെയ്തൊക്കെ എടുക്കണം. എന്നിട്ട് ഈ ഒരു ഹോള് നമ്മൾ ഇതുപോലെ പിടിച്ചു കൊടുത്ത് ആ ഒരു ഹോളിൻ്റെ ഭാഗം മാത്രം നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു നല്ല വശം ഇതുപോലെ നമ്മൾ മടക്കി കറക്റ്റ് സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സെൻറ്ററിലൂടെ നമ്മളൊരു സൂചിയും നൂലും ഉപയോഗിച്ച് ഇതുപോലെ ഏറ്റവും സ്മോളായിട്ട് നമ്മൾ ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഏറ്റവും കുനുകുനാന്ന് നമുക്ക് എത്രയും ചെറുതാക്കാൻ പറ്റുന്നോ ആ രീതിയിൽ നമ്മളിങ്ങനെ ഈ സൂചിയിലൂടെ നമ്മുടെ ക്ലോത്തിനെ കയറ്റി ഇറക്കി റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നമ്മളങ്ങ് കയറ്റി ഇറക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആ രീതിയിൽ ഇപ്പം ഇങ്ങനെ ചെയ്ത് ഇതിനെ ഇങ്ങനെ ചുരുട്ടി എടുക്കുന്നു. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുത്ത് നമ്മുടെ ത്രെഡ് കൊണ്ട് നന്നായിട്ട് ചുറ്റി ഏറ്റവും നല്ല രീതിയിൽ ടൈറ്റാക്കി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേന് നമുക്ക് ഇവിടെ ബോ ഇപ്പോൾ റെഡിയായിട്ട് ലഭിക്കുന്നുണ്ട്. നമ്മളിനി അതിനെ സൂചി കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല ടൈറ്റാക്കി കൊടുത്ത് ഒരു ബട്ടണും വെച്ച് ഇതുപോലെ ഇപ്പം 2 ബോയും ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പം നല്ല ഭംഗിക്ക് നല്ല രസത്തിൽ ഇങ്ങനെ കിട്ടിയിട്ടുമുണ്ട്.